നമസ്കാരം. സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കണ്ട ചില കാഴ്ചകൾ, രാഷ്ട്രീയ ചൂടുള്ള ചില കാഴ്ചകളാണ് ഇന്നത്തെ പാഠഭേദത്തിന് നിദാനമായിരിക്കുന്നത്. പാഠഭേദത്തിലൂടെ ചില അഭിപ്രായങ്ങൾ, ചില പാഠങ്ങൾ പറയുന്നു എന്ന് മാത്രം. അങ്ങ് പുനലൂരിൽ നിന്ന് പത്തനാപുരം വഴി, മൂവാറ്റുപുഴ വഴി എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ളൊരു യാത്ര. ഈ യാത്രയിൽ രണ്ട് പുറത്തും പോസ്റ്ററുകൾ കാണാം. എല്ലാ പാർട്ടിയുടെയും പോസ്റ്ററുകളുണ്ട്. ഇലക്ഷൻ ചൂടിലെ പോസ്റ്ററുകളാണ്. അങ്ങനെ കണ്ട പോസ്റ്ററുകളിൽ ഒരു വലിയ കട്ടൗട്ട് ഞാൻ ഇടയ്ക്ക് വഴിയിൽ വെച്ച് കണ്ടു. അത് ഒത്തിരി ചിന്തിപ്പിച്ചു. പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. പോസ്റ്ററിൽ കാണുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. ചിത്രം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടേതാണ്. ആ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ പിന്നെ മുൻപോട്ട് പോയ യാത്രയിൽ ഇതേ അർത്ഥത്തിലുള്ള ഉമ്മൻചാണ്ടിയുടെ ചിത്രം വെച്ച മറ്റു ചില പോസ്റ്ററുകൾ കൂടെ കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ചിന്ത: ഉമ്മൻചാണ്ടി മരിച്ചിട്ടും മരിക്കാതെ കേരള രാഷ്ട്രീയത്തെ ഇന്നും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. വേദപുസ്തക വാക്യമാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യം. സംഭവിച്ചതൊക്കെ ശതാധിപൻ കണ്ടിട്ട്, അതായത് യേശുവിൻ്റെ ക്രൂശുമരണത്തിന് അതിന് സാക്ഷിയായി നിന്ന ശതാധിപൻ അവിടെ ഉണ്ടാകുന്ന പ്രകൃതിയുടെ പ്രതികരണങ്ങൾ കണ്ടിട്ട്, പ്രകൃതിയുടെ ദുഃഖം കണ്ടിട്ട് അയാൾ പറയുകയാണ്, വാസ്തവമായി അല്ലെങ്കിൽ സത്യമായി ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. അയാളുടെ കൂടെ കരങ്ങൾ കൊണ്ട് ക്രൂശിച്ച യേശു, പ്രകൃതി നിലവിളിക്കുകയാണ്. സൂര്യൻ ഇതാ ഇരുണ്ടിരിക്കുന്നു, ഭൂമി കുലുങ്ങുന്നു, കല്ലറകൾ തുറക്കുന്നു. പ്രകൃതിയുടെ നിലവിളി അത് കണ്ടിട്ട് പറയുകയാണ്, ഇയാൾ സത്യമായും നീതിമാനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ചിത്രം വെച്ച് ബൈബിൾ വാക്യം കോട്ട് ചെയ്തുകൊണ്ട് പോസ്റ്ററുകൾ ഈ വർഷത്തെ കേരള ഇലക്ഷനിലും നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. മരിച്ചിട്ടും മരിക്കാത്ത ഉമ്മൻചാണ്ടിയെക്കുറിച്ച് രണ്ട് വാക്കുകൾ, കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് രണ്ട് വാക്കുകൾ. കേരള രാഷ്ട്രീയത്തിൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥാനം, ചില പാഠങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. കേരള നിയമസഭയിൽ തന്നെ എത്രയോ പ്രാവശ്യം ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് മിടുക്കൻ നമ്മുടെ VS അച്യുതാനന്ദനൊക്കെയായിരുന്നു. നിരീശ്വരവാദപക്ഷമാണെങ്കിലും വേദപുസ്തക വാക്യങ്ങളെടുത്ത് KM മാണിയെ ഒക്കെ ഒന്ന് തൊട്ടു പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? കെടാത്ത തീയും ചാകാത്ത പുഴുവും എന്നൊക്കെ VS അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ? അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വേദപുസ്തക വാക്യങ്ങൾ ഉദ്ധരിക്കുന്നത് പുതിയ കാര്യമല്ല. കാരണം കേരളത്തിലുള്ള ക്രൈസ്തവരുടെ സാന്നിധ്യവും അവരുടെ ഒരു അപ്രഹാരം എന്ന് പറയാം, മേൽക്കൈയുമൊക്കെ അത്തരം ഉദ്ധരണികൾക്ക് കാരണമായിത്തീരുന്നു. ഈ പ്രാവശ്യത്തിലെ ഇലക്ഷനും വ്യത്യസ്തമല്ല എന്ന് മാത്രമല്ല, അല്പം കൂടെ ക്രൈസ്തവർക്ക് അമിത പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കങ്ങ് സംശയം തോന്നിപ്പോവുകയാണ്. എല്ലാവർക്കും ക്രൈസ്തവരുടെ വോട്ട് വേണം. ഇനി ക്രൈസ്തവരുടെ വോട്ടെന്ന് പറയേണ്ട, മതം വെച്ചുള്ള വോട്ട് വേണം. പണ്ടൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മതത്തെ അകറ്റി നിർത്തുന്നവരായിരുന്നു എന്നായിരുന്നു പൊതുവിലുള്ള ചിന്ത. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ പോലും അമ്പലങ്ങളും പള്ളികളും പാസ്റ്റർമാരും ഒക്കെ വേണ്ടപ്പെട്ടവരായി മാറി അവിടെയൊക്കെ പരസ്യമായി കയറി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദ ആശയങ്ങൾ ഒക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. 2026 കേരള ഇലക്ഷന് അങ്ങനെ നിന്നേ പറ്റുകയുള്ളൂ.
ഈ ഇലക്ഷൻ വാർത്തകൾ വരുന്ന ആരംഭ സമയം മുതൽ നമ്മളൊക്കെ കേട്ടു തുടങ്ങിയത് പെന്തക്കോസ്തുകാരൻ ഒരു കാൻഡിഡേറ്റ് വേണം, പെന്തക്കോസ്തുകാർക്ക് സീറ്റ് കൊടുക്കണം. പ്രധാനപ്പെട്ട 3 മുന്നണികളിൽ ആരാണ് പെന്തക്കോസ്തുകാർക്ക് സീറ്റ് കൊടുത്തത്? ക്രൈസ്തവരുടെ വോട്ട് കിട്ടണമെന്ന് ആരൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? 3 മുന്നണികളുടെയും അവകാശവാദം ഞാൻ മുമ്പിലേക്ക് വെക്കാം. പാർഷ്വാലിറ്റി ഇല്ലാതെ, പക്ഷാഭേദമില്ലാതെ. ഞാൻ ആരെങ്കിലും ഒരാളുടെ മാത്രം അവകാശവാദം മുൻപിലേക്ക് വെക്കുമ്പോഴല്ലേ ഈ വീഡിയോ ഒരു രാഷ്ട്രീയ വീഡിയോ ആകുന്നത്. ഞാൻ പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയ നിരപേക്ഷതയോടുകൂടെ സംസാരിക്കുകയാണ്. ആദ്യമേ LDFിൻ്റെ കാര്യം തന്നെ പറയാം. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെന്തക്കോസ്തുകാരെ ഒരു സഭയായി അംഗീകരിച്ചിരിക്കുന്നു. എന്തിനാ പെന്തക്കോസ്തുകാരെ ഇപ്പം സഭയായിട്ട് അംഗീകരിച്ചത്? അപ്പോൾ പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ സഭയായി അംഗീകാരം ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുന്ന മറ്റ് ചെറു സഭകൾക്കും അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ ബ്രദറൻ അസംബ്ലിക്കാരെയും സഭയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ അങ്ങ് ചോദിക്കാൻ തോന്നുകയാണ്. എന്തായാലും സഭയായിട്ട് അംഗീകരിച്ചു. പെന്തക്കോസ്തുകാരെ പിണറായി വിജയൻ സഭയായി അംഗീകരിച്ചു എന്നുള്ളത് കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പിണറായി വിജയനും LDFിനും പെന്തക്കോസ്തുകാരുടെ വോട്ട് ഈ പ്രാവശ്യം ഉറപ്പിക്കണം, ഞങ്ങളല്ലേ നിങ്ങളെ സഭയായി അംഗീകരിച്ചത്. എന്തായാലും പെന്തക്കോസ്ത് നേതാക്കന്മാർ ആവശ്യപ്പെട്ടതുപോലെ സീറ്റൊന്നും പിണറായിയുടെ പാർട്ടി കൊടുത്തില്ല. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് പല സഖാക്കന്മാരും ഈ പറഞ്ഞതുപോലെ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലുമൊക്കെ കയറി ഇറങ്ങുകയാണ്. അതിൽ വളരെ പ്രസക്തമായി എടുത്തു പറയേണ്ടത് വീണ ജോർജ്, നമ്മുടെ വാഴമുട്ടത്തെ ബിനു വാഴമുട്ടം പാസ്റ്റർ ചർച്ചിൽ പോയി തലയിൽ ഹെഡ് കവറിങ്ങൊക്കെ ഇട്ട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ്. വീണ ജോർജ് ജയിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ജയിക്കുകയാണെങ്കിൽ അഭിമാനത്തോടെ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന് പറയാൻ കഴിയും, കണ്ടില്ലേ ഞാൻ പ്രാർത്ഥിച്ചതാണ്. ചുരുക്കി പറഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെ വോട്ട് ഉറപ്പാക്കുവാൻ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അടുത്തത് നമുക്ക് നേരെ അങ്ങ് UDFിലേക്ക് വരാം. UDFുകാർക്ക് ഈ പറഞ്ഞതുപോലെ ഭരണം കയ്യിലില്ലാത്തത് കൊണ്ട് പെന്തക്കോസ്തുകാരെ ഞങ്ങൾ സഭയാക്കി എന്നൊന്നും ക്ലെയിം ചെയ്യുവാൻ അവർക്ക് പറ്റുകയില്ല. വാഗ്ദാനങ്ങൾ കൊടുക്കാനേ അവർക്ക് പറ്റുകയുള്ളൂ. പക്ഷേ പെന്തക്കോസ്തുകാർ ആവശ്യപ്പെട്ടതുപോലെ അവർ ഒരു കാൻഡിഡേറ്റിനെ കൊടുത്തു. പഴയ KSUവിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന VS ജോയിക്ക് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തിരിക്കുന്നു. VS ജോയി നല്ല ഒന്നാം തരം പെന്തക്കോസ്താണ് എന്ന് പറഞ്ഞാൽ IPCയും ചർച്ച് ഓഫ് ഗോഡും അതിലൊക്കെ അപ്പുറമായിട്ട് TPM പെന്തക്കോസ്താണെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് സീറ്റ് കൊടുത്തു എന്നല്ല, നല്ല മുന്തിയ പെന്തക്കോസ്തുകാർക്ക് തന്നെ ഇതാ കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്തിരിക്കുന്നു. അതും തവന്നൂർ സീറ്റ്. ഈ തവന്നൂരിൽ എത്ര പെന്തക്കോസ്തുകാരുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും റാന്നിയോ ഈ പറഞ്ഞ ആറന്മുളയോ പത്തനംതിട്ടയോ തിരുവല്ലായോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറേ പെന്തക്കോസ്തുകാർക്ക് പെന്തക്കോസ്റ്റ് കാൻഡിഡേറ്റിന് വോട്ട് കൊടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുമായിരുന്നു. എന്താണെങ്കിലും കോൺഗ്രസ് പാർട്ടി പെന്തക്കോസ്തുകാർ ആവശ്യപ്പെട്ട പോലെ സീറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ പറ, ഇതിൽ ആരാണ് ഏറ്റവും നല്ല പുണ്യകർമ്മം പെന്തക്കോസ്തുകാർക്ക് വേണ്ടി ചെയ്തത്? പെന്തക്കോസ്തുകാരെ സഭയായി അംഗീകരിച്ച LDF ആണോ, അതോ സീറ്റ് കൊടുത്ത കോൺഗ്രസ് ആണോ? ഇനിയും അങ്ങോട്ട് മാറി ചിന്തിച്ചാൽ NDA BJPയുടെ പക്ഷം, അവർക്ക് എന്താണ് ഈ പ്രാവശ്യം പെന്തക്കോസ്തുകാരോടും ക്രൈസ്തവരോടുമൊക്കെയുള്ള സമീപനം? BJPക്ക് അല്ലെങ്കിൽ NDAക്ക് നല്ല വ്യക്തമായിട്ടറിയാം കേരളത്തിൽ ക്രൈസ്തവരുടെ വോട്ടില്ലാതെ ജയിക്കാൻ പറ്റത്തില്ല. സുരേഷ് ഗോപി ജയിച്ചതൊക്കെ അങ്ങനെയാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഈ പ്രാവശ്യം നമ്മുടെ ഷോൺ ജോർജൊക്കെ മുൻപോട്ട് വെക്കുന്നത് BJP മുനമ്പം വഖഫ് പ്രശ്നത്തിലൊക്കെ എങ്ങനെ ഇടപെട്ടു, ക്രൈസ്തവരെ എങ്ങനെ രക്ഷിച്ചു എന്നൊക്കെയാണ് പറഞ്ഞ് മുൻപോട്ട് വെച്ചത്. ഞാൻ BJPയുടെ ഒരു മീറ്റിങ്ങിൻ്റെ വീഡിയോ കണ്ടു. അവരുടെ ഒരു പ്രമുഖ നേതാവിൻ്റെ പ്രസംഗം കേട്ടു. അദ്ദേഹം പറയുകയാണ്, ക്രൈസ്തവർ ഭൂരിപക്ഷം ഉള്ളിടത്തൊക്കെ BJP ജയിച്ചിട്ടുണ്ട്. ഉദാഹരണം അരുണാചൽ പ്രദേശ്, പിന്നെ അങ്ങ് നോർത്ത് ഈസ്റ്റിലെ കുറേ സ്റ്റേറ്റുകൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതെല്ലാം ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്റ്റേറ്റുകളാണ്, അവിടെയെല്ലാം
ഇതാ BJP ആണ് ഭരിക്കുന്നത്. BJPക്ക് ക്രിസ്ത്യൻ MLA-മാരുടെ എണ്ണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ. BJPക്ക് ക്രിസ്ത്യൻ മുഖ്യമന്ത്രി വരെയുണ്ട് എന്നാണ് നമ്മുടെ BJP നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവരും ഈ വഖഫ് ഭൂമി പ്രശ്നത്തിൽ, മുനമ്പം പ്രശ്നത്തിലൊക്കെയുള്ള BJPയുടെ ഇടപെടൽ കണ്ടിട്ട് BJPക്കൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷയാണ് അവർക്ക് ഉള്ളത്. പക്ഷേ ഒരു ചെറിയ ചതിവ് ഇതിനകത്ത് പറ്റി. കേരള ഇലക്ഷൻ ഇപ്പം നടക്കുമെന്ന് ഓർമ്മയില്ലാത്തത് കൊണ്ടാകാം അങ്ങ് കേന്ദ്രത്തിൽ ഒരു ബില്ല് പാസ്സാക്കാനിട്ടു. ആ ബില്ല് FCRA അക്കൗണ്ടുകൾ സംബന്ധിക്കുന്ന ചില ഭേദഗതികളുടെ ബില്ലാണ്. ഇത് ക്രൈസ്തവർക്ക് കണ്ടമാനം അങ്ങ് വിഷമമുണ്ടാക്കി. എന്തുകൊണ്ടാണ് ക്രൈസ്തവർക്ക് ഈ ബില്ല് ഇത്രയും വിഷമം ഉണ്ടാക്കാൻ കാരണം? ആളുകൾ പറയുന്നു, മടിയിൽ കനമുള്ളവന് പേടിക്കേണ്ട, പിന്നെ ക്രൈസ്തവരെന്തിനാണ് പേടിക്കുന്നത്? അങ്ങനെയല്ല കേട്ടോ. ഈ ബില്ലിനെക്കുറിച്ചുള്ള ഒരു ഭയം. കാരണം നമ്മുടെ രാജ്യത്ത് ഏത് നിയമങ്ങളും ഉപയോഗം ചെയ്യുക എന്നുള്ളതിനേക്കാൾ ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് ശരിയായ പദമെന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞ FCRA നിയമങ്ങൾ, പുതിയ ഭേദഗതികൾ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് നമ്മുടെ ക്രൈസ്തവരങ്ങ് ഭയന്നു പോകുന്നു. ക്രൈസ്തവർക്കെതിരെയുള്ള ബില്ലൊന്നും അല്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മുടെ ഷോൺ ജോർജും PC ജോർജും പിന്നെ ജോർജ് കുര്യൻ സാറും 3 ജോർജുമാരും മാറി മാറി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മെത്രാന്മാർക്കും അച്ഛന്മാർക്കും പാസ്റ്റർമാർക്കും അതത്ര വിശ്വാസം വരുന്നില്ല. കാരണം അവർ പറയുന്നത് ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ മുൻകാല പ്രാബല്യത്തോടുകൂടെ നടപ്പാക്കാൻ കഴിയുന്ന ചില വ്യവസ്ഥകളുണ്ട്. പ്രത്യേകിച്ചും FCRA നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലംഘിച്ചു എന്ന് ആരോപിക്കപ്പെട്ടാൽ, അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സംഘടനയുടെ, അത് പള്ളിയാകാം, അത് ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലാകാം, സ്കൂളാകാം, ആ സംഘടനയുടെ FCRA ഫണ്ട് വഴി സ്വരൂപിച്ച പ്രോപ്പർട്ടീസ് ഒറ്റ രാത്രി കൊണ്ട് ഗവൺമെൻറ്റിന് അത് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. അതാണ് ഇവർക്ക് ഒരു ഭയം. നാളെ ആരെങ്കിലും ഒരു കേസിടുകയാണ്, ഇവിടുത്തെ ആശുപത്രി FCRA ഫണ്ട് കൊണ്ടാണ് സ്ഥാപിക്കപ്പെട്ടത്, പക്ഷേ ആ ആശുപത്രി ഓപ്പറേറ്റ് ചെയ്യുന്നത് FCRA നിയമങ്ങൾ അനുസരിച്ച് ആ ഫണ്ട് എന്തിനു വേണ്ടി കൊണ്ടുവന്നു, അതിനു വേണ്ടിയല്ല എന്നൊരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കേസിൻ്റെ മെറിറ്റൊക്കെ പിന്നീടായിരിക്കും തെളിയിക്കപ്പെടുന്നത്. ആ ഒറ്റ കേസ് കൊണ്ട് പ്രോപ്പർട്ടി കയ്യിലാക്കാം. ഒരിക്കൽ പ്രോപ്പർട്ടി കയ്യിലായാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല എന്നുള്ളത് അവർ ഭയപ്പെടുന്നു. അപ്പോൾ ബില്ലിനെ അല്ല ക്രൈസ്തവർ ഭയപ്പെടുന്നത്, ബില്ലിനെ ദുരുപയോഗം ചെയ്യുമോ, നിയമത്തെ അത് നിയമമായി കഴിയുമ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന് ക്രൈസ്തവർ ഭയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ 3 മുന്നണികളും കിണഞ്ഞു ശ്രമിക്കുകയാണ് ഞങ്ങളാണ് ക്രിസ്ത്യാനികളുടെ, പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാരുടെ നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനം അത് തീരുമാനിക്കട്ടെ. ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. അതിലേക്ക് മടങ്ങി വരാം. ഉമ്മൻചാണ്ടിയുടെ പടം വെച്ച പോസ്റ്ററിൽ കണ്ട ആ വാചകങ്ങൾ ഒരു ചെറിയ ബൈബിൾ പാഠം അങ്ങ് പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം 2 വർഷങ്ങൾക്ക് മുമ്പ് ജിസൺ അച്ഛനെ നമുക്കറിയാം, കാതലിക് കമ്മ്യൂണിറ്റിയിൽ വളരെ പ്രശസ്തനാകുന്ന, സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള അച്ഛൻ. ജിസൺ അച്ഛൻ ഒരു വീഡിയോ ഇൻ്റർവ്യൂ പുതുപ്പള്ളിയിലെ ആ ഒരു വികാരി അച്ഛനുമായിട്ട്, പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ ഖബറിടം ഉൾക്കൊള്ളുന്ന ആ പള്ളിയുടെ ആ വികാരി അച്ഛനുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുവാനിടയായി തീർന്നു. ആ ഇൻ്റർവ്യൂവിൽ അച്ഛന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ, ഓർത്തഡോക്സിലെ അച്ഛനും സീറോ മലബാറിലെ ജിസൺ അച്ഛനും തമ്മിൽ സംസാരിക്കുമ്പോൾ, വർഗീസ് അച്ഛനും ജിസൺ അച്ഛനും തമ്മിൽ സംസാരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി നേരിട്ട അപവാദങ്ങളെക്കുറിച്ച് ചില പരാമർശങ്ങൾ വന്നു. അച്ഛന്മാർ പറയുകയാണ്, 3-ാം നാൾ സത്യം ഉയർത്തതുപോലെ ക്രൂശീകരണത്തിന് ഒരു ദിവസമുണ്ടെങ്കിൽ ഉയർപ്പിനും ഒരു ദിവസമുണ്ട് എന്ന് അച്ഛന്മാർ തമ്മിൽ പറയുകയാണ്. അപ്പോൾ എനിക്ക് പിന്നെയും ഈ പോസ്റ്റർ എൻ്റെ മനസ്സിൽ വന്നു. ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. യേശുവിനെ ക്രൂശിച്ച ക്രൂശിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശതാധിപൻ പറഞ്ഞ വാചകങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്ററിൽ രേഖപ്പെടുത്തുമ്പോൾ ഉമ്മൻചാണ്ടി ഇനിയും ഉയർത്തെഴുന്നേറ്റ് വരുമോ എന്ന ഒരു ചോദ്യം
ഞാൻ മുമ്പിലേക്ക് വെക്കുകയാണ്. ഉയർപ്പെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ ഉമ്മൻചാണ്ടി ഉയർത്തെഴുന്നേറ്റ് വരും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സത്യം എന്താണെന്നുള്ളത് ഉയർക്കുമോ? മൂന്നാം നാൾ സത്യത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ എന്ന ചോദ്യം. ഈ വർഷത്തെ ഇലക്ഷന് ഇത് ശരിക്കും ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ വർഷം നടക്കുന്ന ഇലക്ഷനാണ്. അതായത് 2026 ജൂലൈ മാസമാകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ചരമ വാർഷികമാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു മൂന്നാം നാൾ എത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ, ആ മനുഷ്യൻ സത്യവാനായിരുന്നു. ആ മനുഷ്യൻ്റെ മേൽ ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾ അത് അസത്യമായിരുന്നു, വാസ്തവവിരുദ്ധമായിരുന്നു എന്ന് ലോകത്തിന് തെളിയിക്കുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം നൽകുന്ന, സത്യം പിന്നെയും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറുമോ ഇത് എന്ന ഒരു ചോദ്യം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുകയാണ്. അതോടൊപ്പം പറയാനുള്ള ബൈബിൾ പാഠം, ഏതൊക്കെ അപവാദങ്ങൾ ആർക്കൊക്കെ എതിരെ ഉയർത്തിവിട്ടാലും, എത്രയധികം കഥകൾ കെട്ടി ചമച്ചാലും സത്യം ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കുമെതിരെ അപവാദ കഥകൾ പ്രചരിക്കാറുണ്ട്, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ. ഇനിയും സഭാന്തരീക്ഷത്തിൽ തന്നെയാണെങ്കിൽ നട്ടാൽ കുരുക്കാത്ത വ്യാജ വാർത്തകൾ നമുക്കിഷ്ടമില്ലാത്തവർക്കെതിരെ പടച്ചുവിടുവാൻ തയ്യാറായിട്ട് ആളുകൾ നിൽക്കുന്ന ഒരു കാലമാണ് ഈ കാലം, സോഷ്യൽ മീഡിയയുടെ കാലം. അങ്ങനെ എത്രയോ പേരാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്, ആത്മീയ ഗോളത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഒരൊറ്റ ആശ്വാസം, ഒരിക്കൽ കാലം തെളിയിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒരിക്കൽ ചരിത്രത്തിൽ തിരുത്തിയെഴുത്തുകളുണ്ടാകുന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നു. എങ്ങനെയുള്ള തിരുത്തിയെഴുത്തുകൾ? ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നുവെന്ന് ക്രൂശിച്ച കരങ്ങളെ കൊണ്ട് തന്നെ പറയിക്കുന്ന തിരുത്തിയെഴുത്തുകൾ ഉണ്ടാകുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. മാത്രമല്ല, അതുകൊണ്ടും തീർന്നില്ല. മൂന്നാം നാൾ മരണത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ അടിച്ചമർത്തപ്പെട്ട, ഒതുക്കപ്പെട്ട എല്ലാ സത്യങ്ങളും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ലോകമറിയും സത്യമെന്താണെന്നുള്ള ഒരു ബൈബിൾ പാഠം കൂടെ പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.